പറഞ്ഞില്ലേ റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ടാറ്റ ടിയോഗക്കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, തീർന്നിട്ടില്ല, ഒരു മലേഷ്യൻ ട്രിപ്പും കൂടി ഉണ്ട്. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചേലക്കര പഞ്ചായത്തിൽ പുനർനിർമ്മിച്ച ചെട്ടിത്തെരുവ് പാലം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. പ്രദേശവാസികളുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനാണ് ചെട്ടിത്തെരുവ് പാലം തുറന്നുകൊടുത്തതോടെ പരിഹാരമായിരിക്കുന്നത്. 2022-23 വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കൂടുതൽ ഒരു കാലത്തും വിളിച്ചില്ല. ഒരു 12 സന്തോഷം ഞെങ്ങി ഞെരുങ്ങിയാണ് ഒരു പണി പൂർത്തീകരിച്ചത്. പണി പൂർത്തീകരിച്ചപ്പോൾ നന്നായിട്ടുണ്ട്. കുട്ടികൾക്ക് അതിൽ ഇറങ്ങിപ്പോകുമ്പോൾ അംഗൻവാടി തൊട്ടടുത്തുള്ളത് അതിൻ്റെ പ്രൊട്ടക്ഷനുകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പാലം കിട്ടിയത്. എന്തായാലും വൈകി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടെ അത് പാലം എന്നുള്ളത് ശാശ്വതമായിട്ട് ലഭിച്ചു. ആ പാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പൊതുവായി സംസാരിക്കുന്നത് ഈ 2-3 ദിവസമായിട്ട് നമ്മൾ പനി വെച്ചിട്ടാണ് നടക്കുന്നത്. ഉദ്ഘാടനത്തിനൊന്നും കുറവ് വന്നിട്ടില്ല. പനിയാണെങ്കിൽ മരുന്ന് കഴിക്കുക വരിക, ഉദ്ഘാടനം ചെയ്യുക, വീണ്ടും വരുന്നതായിരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് പൊതുവായി സംസാരിക്കുന്നില്ല. ഓണത്തിന് മുമ്പ് നമ്മുടെ ഈ പാലം ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് നമ്മുടെ ഈ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഒരുപാട് പ്രയാസങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് പാലത്തോട് കൂട്ടിയത്. അവിടെയാണെങ്കിൽ കുടിവെള്ളം നിലവിൽ കുറഞ്ഞു കിടക്കുന്നത്. ഇതുകൂടാതെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നിരന്തരം കാലത്ത് എന്നെയും MP എല്ലാം വിളിച്ചുകൊണ്ടിരുന്ന ഈ പ്രദേശിക ഒന്ന് വേഗത്തിലാക്കുന്നത് അറിയാൻ കാലാവസ്ഥ ഇതിന് അനുകൂലമല്ലായിരുന്നു. അല്ലാതെ തന്നെ നീണ്ടു വൈദ്യുതിക്കും അതായത് ഈ ഒരു പ്രദേശത്തെ തിരക്കുള്ള പ്രദേശത്തെ മനസ്സിലാക്കിയിട്ട് കരാറുകാരനും അതിൻ്റെ സമയബന്ധിതമായ ഇടപെടൽ നമ്മുടെ ബ്ലോക്ക് ഏരിയ ഉൾപ്പെടാൻ ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം നമ്മുടെ നാടിൻ്റെ ഈ ഇത്തരം യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ആവശ്യമായ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഞാൻ സാധാരണ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്. വളരെ ശോചനീയമായ ഒരു പാലം വളരെ അപകടത്തിലാണ്. നമ്മളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. എങ്കിലും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം MP ആയാലും MLA ആയാലും 5 കോടി രൂപ വെച്ചിട്ട് കിട്ടും. അല്ല അത് പറയുന്നത് MP അടിച്ചാൽ 7 മണ്ഡലം ഏകദേശം 60ഓളം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളൊക്കെ ഉണ്ട്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിന്ധു VS റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OS സജി, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി, K നന്ദകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M ജയലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കീസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.